പാർട്ട് 4. ഈ പാർട്ടിൽ നമ്മൾ കവർ ചെയ്യുന്നത് DX യൂണിറ്റ്സ്, വേരിയസ് ടൈപ്സ് ഓഫ് ഫാൻസ്, പ്ലംബിംഗ് എക്യുപ്മെൻസുകൾ, ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻസുകൾ, ഇതൊക്കെ എങ്ങനെയാണ് ഇൻ്റർഫേസ് ചെയ്യുന്നത് എന്നുള്ളത്, LB ആൻഡ് എക്സ്ട്രാ ലോ വോൾട്ടേജ് എക്യുപ്മെൻറ്റ്സ്, ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ്, പിന്നെ ഒരു BMS ആർക്കിടെക്ചറാണ് ഉള്ളത്. നമ്മൾ ഇതിന് ശേഷം ഈ ഒരു പാർട്ടിന് ശേഷം നമ്മളിനി നേരെ BMSലേക്ക് പോവുകയാണ്. ഇനി BMS എന്താണെന്നുള്ളതും എങ്ങനെയാണ് BMS സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇൻ്റർഫേസ് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് DX യൂണിറ്റും കൂടി എന്താണെന്ന് നോക്കാം. DX യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പാൻഷൻ യൂണിറ്റ്സ് ആണ്. അതായത് അത് ചിൽഡ് വാട്ടർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇപ്പം നോർമലി BMS കണക്റ്റഡ് HVAC എക്യുപ്മെന്റ്സുകളും എല്ലാം ചിൽഡ് വാട്ടർ ബേസ്ഡ് ആയിരിക്കും മോസ്റ്റ് ഓഫ് ദ ബിൽഡിങ്ങുകളിൽ. പക്ഷേ എന്നാൽ ചില ബിൽഡിങ്ങുകളിൽ എന്തായിരിക്കും ഇതേപോലെ തന്നെ DX യൂണിറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ ചിൽഡ് വാട്ടർ അല്ല യൂസ് ചെയ്യുന്നത്, റെഫ്രിജറൻ്റ് ആണ്. അതായത് നമ്മൾ സാധാരണ നമ്മളുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ മിനി സ്പ്ലിറ്റ് പോലെ തന്നെ അതിൻ്റെ ഒരു വലിയൊരു രൂപമാണ്. അപ്പം അതിനകത്തൊരു കംപ്രസർ യൂണിറ്റ്സ് ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ഒരു ഫാൻ യൂണിറ്റ്സ് ഉണ്ടായിരിക്കും. അവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എയർ എന്ത് ചെയ്യുന്നു, കൂൾ ചെയ്തുള്ള എയറിനെ നമുക്ക് എവിടെയാണോ എത്തിക്കേണ്ടത് അവിടേക്ക് ഡക്റ്റ് വർക്ക് വഴിയോ അല്ലെങ്കിൽ ഡയറക്റ്റിലോ അവിടേക്ക് എത്തിക്കാം. സാധാരണ ഈവൻ വലിയൊരു ബിൽഡിംഗ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ ചിൽഡ് വാട്ടർ ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ചിലപ്പോൾ കമ്പ്യൂട്ടർ, ഡാറ്റ നെറ്റ്വർക്ക് റൂം, പിന്നെ അതുപോലെ തന്നെ റേഡിയോ സ്വിച്ച് റൂംസുകൾ, പിന്നെ ഇലക്ട്രിക്കൽ റൂംസ്, അവിടേക്ക് അധികം DX യൂണിറ്റ്സ് ആണ് യൂസ് ചെയ്യുക. കാരണം അവിടെ ചിൽഡ് വാട്ടർ ലീക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പം അതുകൊണ്ട് അപ്പം എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നതെന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പറഞ്ഞു തരാം. DX യൂണിറ്റ്സിന് 2 സെക്ഷൻസ് ആണുള്ളത്. ഒന്ന് ഔട്ട്ഡോർ യൂണിറ്റ്സും പിന്നെ അതുപോലെ തന്നെ ഇൻഡോർ യൂണിറ്റ്സും. ഔട്ട്ഡോർ യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ അതൊരു ഫാൻ യൂണിറ്റ് ആണ്, ഒരു കംപ്രസറും എല്ലാം കൂടിയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, റെഫ്രിജറൻറ്റിനെ ഈ ഇൻഡോർ യൂണിറ്റിലേക്ക് കൊണ്ടുവരുന്നു, കോപ്പർ ട്യൂബിംഗ് വഴി കൊണ്ടുവരുന്നു. ആ പൈപ്പിംഗ് മെക്കാനിസം കണക്ട് ചെയ്തിരിക്കുന്നത് DX കോയിലിലേക്കായിരിക്കും, DX യൂണിറ്റ്സിലേക്കായിരിക്കും. അപ്പം ഇതിൽ കൂടി കംപ്ലീറ്റ് ഒരു റെഫ്രിജറന്റ് ഫ്ലോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം മുന്നേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താ ഉണ്ടാവുന്നത്, നമുക്ക് ഡയറക്റ്റ് എക്സ്പാൻഷൻ മെക്കാനിസം ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, ചില്ലറിലൊക്കെ ഉള്ള പോലെ തന്നെ. എന്നിട്ട് ഇവിടെ എയറിന് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ എയർ ഫിൽറ്റർ വഴി എടുത്തിട്ട് പിന്നെ ഈ കോയിൽ കൂടി കടന്നു പോകുന്നു. എന്നിട്ട് ഫാൻ എന്ത് ചെയ്യുന്നു, ഫാൻ അതിനെ പുറത്തേക്ക് പുഷ് ചെയ്യുന്നു. നമുക്ക് എവിടെയാണോ തണുപ്പിക്കേണ്ട ആ ഏരിയയിലേക്ക് കൊടുക്കുന്നു. വെരി സിമ്പിൾ. നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന പോലത്തെ മിനി സ്പ്ലിറ്റ് യൂണിറ്റ്സിന്റെ ഒരു വലിയൊരു രൂപം, അത്രയേ ഉള്ളൂ. ഇതിനും ഒരു കൺട്രോളർ ഉണ്ടായിരിക്കും. ആ കൺട്രോളർ BMS കമ്പ്യൂട്ടറായിട്ട് കണക്റ്റഡ് ആയിരിക്കും. മനസ്സിലായല്ലോ? സോ വെരി സിമ്പിൾ. പിന്നെ വലിയ പ്രൊജക്ട്സിലൊന്നും DX യൂണിറ്റ്സ് അധികം യൂസ് ചെയ്യില്ല. 1 or 2 അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് എന്താണ് VRF എന്ന് നോക്കാം. VRF എന്ന് പറഞ്ഞാൽ വേരിയബിൾ റെഫ്രിജറന്റ് ഫ്ലോ എന്നാണ്. 1982-ൽ ഡൈക്കിൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയാണ് VRF ടെക്നോളജി ഇൻവെന്റ് ചെയ്തത്. ഇവിടെ ഒരു കംപ്രസർ യൂണിറ്റിൽ നിന്ന് മൾട്ടിപ്പിൾ ഇൻഡോർ യൂണിറ്റ്സുകൾ കണക്ട് ചെയ്യാം. സാധാരണ നമ്മളുടെ മിനി സ്പ്ലിറ്റ് യൂണിറ്റ്സുകളായിട്ടുള്ള വീട്ടിലെല്ലാം യൂസ് ചെയ്യുന്ന സാധാരണ യൂണിറ്റ്സുകളിൽ നമുക്ക് കാണാം ഒരു ഔട്ട്ഡോർ യൂണിറ്റ് ഉണ്ടായിരിക്കും, പിന്നെ ഒരു ഇൻഡോർ യൂണിറ്റും ആയിരിക്കും. ഇൻഡോർ യൂണിറ്റിലെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനനുസരിച്ച് ഔട്ട്ഡോർ യൂണിറ്റ്സ് ഓൺ ആൻഡ് ഓഫ് ആകും. ഇവിടെ അതിന് പകരം ഔട്ട്ഡോർ യൂണിറ്റിലെ കംപ്രസർ എന്ത് ചെയ്യുന്നു, ഒരു വേരിയബിൾ റെഫ്രിജറന്റ് ഫ്ലോ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഔട്ട്ഡോർ യൂണിറ്റ് ആണ്. അതായത് ഇൻഡോർ യൂണിറ്റ്സുകളിലേക്ക് എത്രത്തോളം റെഫ്രിജറന്റ് ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് ഈ VRF എക്യുപ്മെന്റ് അതിന്റെ ഫ്ലോയെ കൺട്രോൾ ചെയ്യുന്നു. ഇതാണ് സാധാരണ ഒരു VRF സിസ്റ്റത്തിന്റെ വർക്കിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വലി നമുക്ക് ഓരോ റൂമിനകത്തും ടെമ്പറേച്ചേഴ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഔട്ട്ഡോർ യൂണിറ്റ്സിനകത്തുള്ള കംപ്രസർ, വേരിയബിൾ സ്പീഡ് കംപ്രസേഴ്സ് എന്ത് ചെയ്യാണ്, ആ ഓരോ യൂണിറ്റിലേക്കും വേണ്ട റെഫ്രിജറന്റിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഫ്ലോയെ കൺട്രോൾ ചെയ്യുന്നു. ഇതാണ്
ഒരു വാരിയബിൾ റെഫ്രിജറന്റ് ഫ്ലോ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ ഉണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയപരിധി ഇല്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇന്നത്തെ ഒരു മീഡിയം റേഞ്ച് ബിൽഡിങ്ങിലൊക്കെ ഏറ്റവും കമ്പാറ്റബിൾ ആയിട്ടുള്ളതും എനർജി എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് PRF യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഇതും നമുക്ക് ഈസി ആയിട്ട് BMSലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഓരോ PRF യൂണിറ്റ്സിനും അതിൻ്റെതായ കൺട്രോൾ സിസ്റ്റംസ് ഉണ്ടായിരിക്കും. ആ കൺട്രോൾ സിസ്റ്റത്തിന് കമ്മ്യൂണിക്കേഷൻ ഇന്റർഫേസും ഉണ്ടായിരിക്കും. അപ്പോൾ ഡയറക്ട്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? BMSന്റെ പ്രോട്ടോക്കോളും ഈ സിസ്റ്റത്തിന്റെ പ്രോട്ടോക്കോളും ആയിട്ട് ഡയറക്ട്ലി ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഒരു ബേസിക് PRF സിസ്റ്റം എന്ന് പറയുന്നത്. ബിൽഡിങ്ങുകൾക്കകത്ത് ധാരാളം ഫാൻസുകൾ ഉണ്ടായിരിക്കും. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫാൻസുകൾ ഉണ്ടായിരിക്കും. സ്മോക്ക് എക്സോസ്റ്റ് ഫാൻസ്, സ്മോക്ക് മേക്കപ്പ് ഫാൻസ്, വെന്റിലേഷൻ ഫാൻസ്. വെന്റിലേഷൻ ഫാൻസിനകത്ത് തന്നെ ഡിഫറെന്റ് ടൈപ്സുകളുണ്ട്. കിച്ചൺ ഫാൻസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ടോയ്ലറ്റ് എക്സോസ്റ്റ് ഫാൻസുകളുണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്സോസ്റ്റ് ഫാൻസുകളുണ്ട്, ഫ്രഷ് എയർ ഫാൻസ്, സ്റ്റെയർവെൽ പ്രഷറൈസേഷൻ ഫാൻസ് ആൻഡ് ലിഫ്റ്റ് വെൽ പ്രഷറൈസേഷൻ ഫാൻസ്. ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫാൻസുകൾ ഉണ്ടായിരിക്കും ഏതൊരു ബിൽഡിങ്ങിനകത്തും. ഈ ഫാൻസുകളെല്ലാം BMS കൺട്രോളറായിട്ട് ഇന്റർകണക്റ്റഡ് ആയിരിക്കും. കാരണം ഏതെങ്കിലും ഫാൻസ് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ BMSൽ നമുക്കൊരു അലാം ജനറേറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാ ഫാൻസുകളും BMS കൺട്രോളറിലേക്ക് ഇന്റർഫേസ്ഡ് ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്മോക്ക് ഫാൻസുകൾ ഓൺലി സ്റ്റേറ്റസ് മാത്രമാണ് മോണിറ്റർ ചെയ്യാൻ പാടുള്ളൂ BMSൽ. കാരണം ഇൻ കേസ് ഓഫ് ഫയർ എല്ലാ ഫാൻസുകളും ഓട്ടോമാറ്റിക്കലി ഫയർ അലാം സിസ്റ്റത്തിൽ നിന്ന് തന്നെ ഓപ്പറേറ്റ് ചെയ്യണം. അതാണ് റെഗുലേഷൻ. അപ്പം ജസ്റ്റ് മനസ്സിലാക്കുക, എല്ലാ ഫാൻസുകളും ഇന്റർഫേസ്ഡ് ആയിരിക്കും BMS കൺട്രോളറായിട്ട് എന്നുള്ളത്. പലതരത്തിലുള്ള ഫാൻസുകളാണ് ഈ കാണുന്നത്. ഇതിൽ സ്മോക്ക് എക്സോസ്റ്റ് ഫാൻസ് ഉണ്ട്, ഫ്രഷ് എയർ ഫാൻസ് ഉണ്ട്, നോർമൽ എക്സോസ്റ്റ് ഫാൻസുകളുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ് ഒരു ബിൽഡിങ്ങിനകത്തുള്ള വെന്റിലേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്തതാണ് പ്ലംബിംഗ് ആൻഡ് ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെന്റ്സ്. ഏതൊരു ബിൽഡിങ്ങിലും പ്ലംബിംഗ് എക്യുപ്മെന്റ്സുകൾ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെന്റ്സുകളും ഉണ്ടായിരിക്കും. ഇപ്പൊ പ്ലംബിംഗ് എക്യുപ്മെന്റ്സുകൾ എന്ന് പറഞ്ഞാൽ നോർമലി സർക്കുലേഷൻ പമ്പ്സ്, ബൂസ്റ്റർ പമ്പ്സ്, സമ്പ് പമ്പ്സുകൾ, ഇറിഗേഷൻ പമ്പ്സ്, ഇതൊക്കെയാണ് നോർമൽ പ്ലംബിംഗ് എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്. അതായത് വളരെ കുറച്ച് യൂണിറ്റ്സുകളെ ഉണ്ടാവുള്ളൂ. അതിന്റെ എല്ലാം സ്റ്റേറ്റസും പിന്നെ അതുപോലെ തന്നെ ചില യൂണിറ്റ്സ് കൺട്രോളിങ്ങും ചെയ്യേണ്ടി വരും BMSൽ നിന്ന്. അപ്പൊ ഇതിനെല്ലാം കൂടിയിട്ട് ഒരു ചെറിയ കൺട്രോളർ യൂസ് ചെയ്യും. ആ കൺട്രോളർ ഈ പമ്പ്സുകളായിട്ടും പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള വാട്ടർ ടാങ്കുകൾ, ഹീറ്റേഴ്സ് അതൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. എന്നിട്ട് ഈ കൺട്രോളർ BMS കമ്പ്യൂട്ടറായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു യൂണിറ്റ് ഫെയിലർ ആയിട്ടുണ്ടെങ്കിൽ BMS സിസ്റ്റത്തിൽ നമുക്ക് അലാം പോപ്പപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഫയർ ഫൈറ്റിംഗ് പമ്പ്സുകൾ. ഫയർ ഫൈറ്റിംഗ് പമ്പ്സ് ഏതൊരു വലിയ ബിൽഡിങ്ങിലും അല്ലെങ്കിൽ ഈവൻ ചെറിയ ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിലും അവിടെ ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെന്റ്സുകൾ ഉണ്ടാവണം. ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ ഫയർ പമ്പ്സ്, ഡീസൽ ഫയർ പമ്പ്സ്, പിന്നെ ജോക്കി പമ്പ്സ്. ഇതാണ് കോമൺലി യൂസ്ഡ് ഇലക്ട്രിക്കൽ പമ്പ്സ് എന്ന് പറയുന്നത്. ഈ പമ്പ്സുകളും BMS സിസ്റ്റമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഓൺലി മോണിറ്ററിങ് മാത്രമേ പാടുള്ളൂ. കാരണം ഇതെല്ലാം ഫയർ കേസസിൽ ഡയറക്റ്റ്ലി വർക്ക് ചെയ്യേണ്ട സാധനങ്ങളാണ്. പക്ഷേ നമുക്ക് BMSൽ നിന്ന് അത് മോണിറ്റർ ചെയ്യാം, ഫയർ കേസിൽ ഇത് വർക്ക് ചെയ്തോ ഇല്ലേ എന്നുള്ളത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടോ എന്നുള്ളതെല്ലാം നമുക്ക് BMSൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ പമ്പ്സുകൾ, പ്ലംബിങ്ങും അതേപോലെ തന്നെ ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെന്റ്സുകളെല്ലാം ഒരു കൺട്രോളിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ കൺട്രോളർ BMS കമ്പ്യൂട്ടറായിട്ട് ടോക്ക് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായല്ലോ? പിന്നെ അതേപോലെ തന്നെ വരുന്ന സിസ്റ്റംസുകളാണ് LV ആൻഡ് ELV സിസ്റ്റംസ്. LV എന്ന് പറഞ്ഞാൽ ലോ വോൾട്ടേജ് സിസ്റ്റംസ്, ELV എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ലോ വോൾട്ടേജ് സിസ്റ്റം. ലോ വോൾട്ടേജ് സിസ്റ്റംസിൽ വരുന്നതാണ് നോർമലി CCTV സിസ്റ്റം, ആക്സസ് കൺട്രോൾ, ഇൻട്രൂഷൻ അലാം സിസ്റ്റം, ഡാറ്റ സിസ്റ്റം, ഫയർ അലാം സിസ്റ്റം, പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ലൈറ്റിംഗ് കൺട്രോൾ സിസ്റ്റം, അതെല്ലാം. ELV സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ റൗട്ടേഴ്സ്, സ്വിച്ചസ്, നെറ്റ്വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ELV സിസ്റ്റത്തിൽ വരുന്നത്. ഇതെല്ലാം BMS ആയിട്ട് ഇന്റർഫേസ്ഡ് ആയിരിക്കും
അല്ലെങ്കിൽ ഇൻറ്റിഗ്രേറ്റഡ് ആയിരിക്കും. ഇന്റർഫേസിങ് ഇൻറ്റിഗ്രേഷൻ തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്, അത് പിന്നെ പറയാം. ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമുക്ക് സ്റ്റേറ്റസ് എല്ലാം മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ചില എക്യുപ്മെന്റ്സ് കൺട്രോൾ ചെയ്യേണ്ടി വരും. ഇന്റിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ സിസ്റ്റമായിട്ടും പ്രോപ്പർലി ഡാറ്റ ഷെയറിംഗ് ആണ്. അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് പറയാം, ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അതൊരു വലിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ സിസ്റ്റംസുകളെല്ലാം BMS സിസ്റ്റമായിട്ട് ഇന്റർഫേസ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ ഇന്റിഗ്രേറ്റഡ് ആയിരിക്കും. ഓക്കെ, സാധാരണയായി BMSുമായിട്ട് ഇന്റർഫേസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. MLTP, MSP, EMSP, DB, ATS, എനർജി മീറ്റേഴ്സ് ആൻഡ് ജനറേറ്റേഴ്സ്. സാധാരണ ഇത്രയും എക്യുപ്മെന്റ്സുകളാണ് BMS ആയിട്ട് ഇന്റർഫേസ് ചെയ്യുക. പിന്നെ ചില പ്രൊജക്ട്സിൽ പവർ ഫാക്ടർ കറക്ഷൻ യൂണിറ്റ് ഉണ്ടായിരിക്കും, അതായത് കപ്പാസിറ്റർ ബാങ്ക്സ്. അപ്പോൾ ആ കപ്പാസിറ്റർ ബാങ്ക്സ് നോർമൽ സോഫ്റ്റ്വെയർ ഇന്റിഗ്രേഷനോ അല്ലെങ്കിൽ അതേപോലെ തന്നെ സം മെയിൻ പോയിന്റ്സുകൾ ഇന്റർഫേസിങ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ BMS ആയിട്ട് ഇന്റർഫേസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് BMS സിസ്റ്റത്തിന്റെ ആർക്കിടെക്ചർ ഒന്ന് നോക്കാം. BMS സിസ്റ്റത്തിനെ 4 ലെവലുകളായിട്ട് വേർതിരിച്ചിട്ടുണ്ട്: മാനേജ്മെന്റ് ലെവൽ, സൂപ്പർവൈസറി ലെവൽ, ഓട്ടോമേഷൻ ലെവൽ ആൻഡ് ഫീൽഡ് ലെവൽ. മാനേജ്മെന്റ് ലെവലിൽ പലതരത്തിലുള്ള സോഫ്റ്റ്വെയർസുകളാണ് ഉള്ളത്. BMSനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂസർ ഇന്റർഫേസുകൾ, അതുപോലെ തന്നെ ഇന്റിഗ്രേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർസുകൾ, പിന്നെ അതേപോലെ തന്നെ OPC സെർവേഴ്സുകൾ. ഇതൊക്കെ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് അടുത്ത പാർട്ടിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള സോഫ്റ്റ്വെയർസുകളും സെർവേഴ്സുകളും ഇതെല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു ഫീൽഡാണ് മാനേജ്മെന്റ് ലെവൽ. അടുത്ത ലെവലാണ് സൂപ്പർവൈസറി ലെവൽ. സൂപ്പർവൈസറി ലെവലിൽ പലതരത്തിലുള്ള ഗേറ്റ് വേസുകളാണ് അടങ്ങിയിരിക്കുക. ഗേറ്റ് വേസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോകോൾ ട്രാൻസ്ലേറ്റേഴ്സ് ആണ്. നമുക്ക് BMS സിസ്റ്റത്തിലുള്ള എക്യുപ്മെന്റ്സുകളെ പലതരത്തിലുള്ള പ്രോട്ടോകോൾ ട്രാൻസ്ലേറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താണ് പ്രോട്ടോകോൾസ്, എന്തിനാണ് പ്രോട്ടോകോൾ ട്രാൻസ്ലേറ്റേഴ്സ് അല്ലെങ്കിൽ ഗേറ്റ് വേസ് യൂസ് ചെയ്യുന്നത്, ഇതെല്ലാം അടുത്ത പാർട്ടിൽ നമുക്ക് പഠിക്കാം. അടുത്ത ലെവലാണ് ഓട്ടോമേഷൻ ലെവൽ. ഓട്ടോമേഷൻ ലെവലിലാണ് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള എക്യുപ്മെന്റ്സുകളെ, HVAC എക്യുപ്മെന്റ്സ്, ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ്, പ്ലംബിംഗ് എക്യുപ്മെന്റ്സ്, ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെന്റ്സ്, ഈ എക്യുപ്മെന്റ്സുകളെല്ലാമായിട്ട് ഡയറക്ട്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു കൺട്രോളർ ലെവലാണ് ഓട്ടോമേഷൻ ലെവൽ എന്ന് പറയുന്നത്. അവിടെ പലതരത്തിലുള്ള കൺട്രോളേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. AHU കൺട്രോളർ, VAV കൺട്രോളർ, ഫാൻ കോയിൽ യൂണിറ്റ്സ് കൺട്രോളേഴ്സ്, ജനറൽ പർപ്പസ് കൺട്രോളേഴ്സ്. അപ്പോൾ ഈ കൺട്രോളേഴ്സുകളെല്ലാം അടങ്ങിയിരിക്കുന്ന ഫീൽഡാണ് ഓട്ടോമേഷൻ ലെവൽ എന്ന് പറയുന്നത്. അടുത്ത ലെവലാണ് ഫീൽഡ് ലെവൽ. ഫീൽഡ് ലെവലിൽ പലതരത്തിലുള്ള സെൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ സെൻസർ, ഹ്യൂമിഡിറ്റി സെൻസേഴ്സ്, പ്രഷർ സെൻസർ, ഡിഫറൻഷ്യൽ പ്രഷർ സെൻസർ, ഡിഫറൻഷ്യൽ പ്രഷർ സ്വിച്ചസ്, ഇതെല്ലാം ഉള്ള ഒരു ഫീൽഡാണ് ഫീൽഡ് ലെവൽ എന്ന് പറയുന്നത്. സെൻസറുകൾ മാത്രമല്ല, ആക്ച്വേറ്റേഴ്സുകൾ ഉണ്ടാവും, കൺട്രോൾ വാൽവുകൾ ഉണ്ടാവും, വാൽവ് ആക്ച്വേറ്റേഴ്സുകൾ ഉണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള ആക്ച്വേറ്റേഴ്സുകളും പലതരത്തിലുള്ള സെൻസേഴ്സുകളും ഉള്ള ഒരു ഫീൽഡാണ് ഫീൽഡ് ലെവൽ എന്ന് പറയുന്നത്. ഇതിനെല്ലാം കുറിച്ച് നമുക്ക് അടുത്ത പാർട്ടിൽ വളരെ വ്യക്തമായിട്ട് പഠിക്കാം. ഇത് ഒരു ബേസിക് ഇൻഫർമേഷൻ മാത്രമാണ് ഇപ്പൊ തന്നിട്ടുള്ളത്. പിന്നെ ബിൽഡിംഗ് മാനേജ്മെന്റ് സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട മാനുഫാക്ചേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഹണിവെൽ ആണ്, പിന്നെ സീമെൻസ്, അതേപോലെ തന്നെ ജോൺസൺ കൺട്രോൾസ്, ഷ്നൈഡർ ഇലക്ട്രിക്, യുണൈറ്റഡ് ടെക്നോളജീസ് കോർപ്പറേഷൻസ്. ഇവരൊക്കെയാണ് മെയിൻ ലീഡേഴ്സ്. പിന്നെ അതേപോലെ തന്നെ കുറെ ചെറിയ ചെറിയ കമ്പനികളുണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് പഠിക്കാം. ഏതൊക്കെ പ്രൊഡക്റ്റുകളാണ് കോമൺലി അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്, എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ബേസിക് കോൺഫിഗറേഷൻസ് എന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത പാർട്ടിൽ ഈ കാര്യങ്ങളെല്ലാം പഠിക്കാം. ഈ പാർട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു.